നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏട്ടാ ഋഷി ഏട്ടാ എന്നൊക്കെയാ വന്നപ്പോൾ തിരക്കായിരുന്നു. എവിടെയായിരുന്നു നീ? സത്യം പറയാലോ, ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. ഏട്ടനൊക്കെ ആയെന്നൊക്കെ അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞു. എന്നാലും ഒരു പേടി. പെട്ടെന്ന് കാണുമ്പോൾ ഏട്ടൻ എന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലോ? ചെറുതായിട്ടാണെങ്കിലും ഏട്ടൻ്റെ ഭാഗത്തുനിന്ന് ഒരു അവഗണന എനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ എന്തൊക്കെയാ പറയണേ? ഞാൻ നിന്നെ തിരിച്ചറിയാണ്ടിരിക്കുവോ? അമ്മ പറഞ്ഞു, കുട്ടികളുടെ പ്രകൃതമായിട്ടിരിക്കുമ്പോൾ എൻ്റെ എല്ലാ ശാഠ്യങ്ങൾക്കും നീയായിരുന്നു വലിയാടുന്നത്. ഞാൻ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചല്ലേ? എന്തിനാ ഏട്ടാ ഇങ്ങനെ കണക്ക് പറയുന്നത്? എനിക്കതെങ്ങനെ ബുദ്ധിമുട്ടാവും? എൻ്റെ കൂടെപ്പിറപ്പല്ലേ, എൻ്റെ എല്ലാം അല്ലേ, എൻ്റെ ചങ്കല്ലേ. ഏട്ടന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ പോലും. മതി, നല്ല മണമുണ്ടല്ലോ. അകത്തെല്ലാരും ഉണ്ട്. നേരെ ചെന്ന് പിടികൊടുക്കണ്ട. നീ ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. ഞാനും വരാം, വാ. ഋഷി എത്തിയല്ലോ. ഋഷി, നീ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നേ? അച്ഛാ, ആദ്യം ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. കൊറേ കാലം കഴിഞ്ഞ് എനിക്ക് ഇവനെ കൈ കിട്ടല്ലേ. കൊറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാനുണ്ട്. വാ 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 വാ. കുട്ടനെ ആക്റ്റീവ് ആക്കാൻ ഋഷിക്ക് കഴിയും. അവര് തമ്മിലാവുമ്പോ അവൻ പെട്ടെന്ന് റിലാക്സ്ഡ് ആവും. അവര് തമ്മിൽ അത്രയ്ക്ക് അറ്റാച്ച്ഡാ. അന്ന് തന്നെ കണ്ടില്ലേ പുതിയ പ്ലോട്ട് സിദ്ധുവിന്റെ പേരിൽ എഴുതിക്കാൻ അവൻ നിർബന്ധം പിടിച്ചത്. രണ്ടുപേരുടെ ലൈഫിലേക്ക് രണ്ട് പെൺകുട്ടികൾ വരുമ്പോ കാണാം. നോക്കിക്കോ, അപ്പോഴും അവര് തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് സിദ്ധാർത്ഥിന് പറ്റിയ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം. ഇവിടെ വച്ച് കുട്ടന്റെ അസുഖം ഭേദമാവുമെന്നും അവന് പറ്റിയ പെണ്ണിനെ ദേവി കൺമുന്നിൽ കാണിച്ചു തരുമെന്നും എനിക്ക് അമ്പലത്തിൽ വെച്ച് തോന്നിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനൊരാളെ മിന്നായം പോലെ ദേവി എനിക്ക് കാണിച്ചു തന്നു. അതാരാമേ? ഞാൻ കണ്ടില്ലല്ലോ. കൂടുതലൊന്നും എനിക്കറിയില്ല. ക്ഷേത്രത്തിൽ വച്ച് പലതവണ ഞാൻ കണ്ടതാ. അന്ന് ഊരുവലത്തിന് ഉളവാളം പിടിച്ചു നടന്ന കൊച്ചില്ലേ, അതിന്റെ കാര്യ. സ്വാമി അച്ഛൻ പറഞ്ഞ പെണ്ണ് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ. അവൻ അസുഖം ഭേദമാക്കി ഔഷധപ്പൂവ് തേടിക്കൊണ്ടു വന്നത് ആ കുട്ടിയാന്നല്ലേ പറഞ്ഞത്? അന്ന് സ്വാമിയച്ഛനോട് അവളുടെ നമ്പർ നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടതായിരുന്നു. സിദ്ധുവിടെ? ഇപ്പൊ വരും. ആരെയോ ഫോൺ ചെയ്യാ. നിന്റെ ഏട്ടന്റെ തിരിച്ചുവരവ് നിനക്ക് എങ്ങനെ ഫീൽ ചെയ്തു ഋഷി? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഏട്ടൻ ഇത്ര പെട്ടെന്ന് അസുഖം ഭേദാവെന്ന് ഞാൻ ചിന്തിച്ചത് പോലുമില്ല. താങ്ക് ഗോഡ്. ജാനകി, അമ്മേ, നമുക്ക് ഇപ്പൊ തന്നെ സിദ്ധുവിനെയും കൊണ്ട് ട്രിവാൻഡ്രത്തേക്ക് തിരിക്കണം. ഇവര് പറഞ്ഞതുപോലെ കഴിഞ്ഞ 3 വർഷവും കൃത്യമായി നിങ്ങൾ കൊടുത്ത തുകയ്ക്കുള്ള പലിശ ഇവര് തന്നിട്ടുണ്ട് അല്ലേ? കൃത്യമായിട്ടൊന്നും തന്നിട്ടില്ല. ഓരോ മാസം അവിടെ ചെന്ന് വഴക്കുണ്ടാക്കിയിട്ടാ ഈ പലിശ വാങ്ങിയിട്ടുള്ളത്. സമ്മതിച്ചല്ലോ.
അഡീഷണലായി 2 വകുപ്പുകൾ കൂടി ചുമത്തി നിങ്ങളെ കസ്റ്റഡിയിലെടുക്കാൻ നിങ്ങളുടെ ഈ സമ്മതം തന്നെ ധാരാളം. ഒന്നാമത്തെ കുറ്റം വട്ടിപ്പലിശ. കൊള്ളപ്പലിശ എന്നൊക്കെ പറയാം. നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിന്റെ പേരിൽ ആ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കിയത്, അത് രണ്ടാമത്തെ കുറ്റം. 5 രൂപ പലിശ എന്ന് പറയുമ്പോ പലപ്പോഴേ വാങ്ങിയ 11 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ 3 ഇരട്ടിയോളം പലിശ തിരിച്ചു വാങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് സാമ്പത്തിക കുറ്റം ഇവരുടെ മേൽ നിലനിൽക്കില്ല. ഇന്ന് തന്നെ ഇവർ പണയമായി സമർപ്പിച്ചിട്ടുള്ള വീടിന്റെ ആധാരം തിരിച്ചു കൊടുത്തിരിക്കണം. മേലാൽ പണത്തിന്റെ പേരിൽ ഇവരെ ശല്യപ്പെടുത്താൻ പറ്റില്ല. പ്രമാണങ്ങൾ സറണ്ടർ ചെയ്ത് എഴുതി ഒപ്പിട്ട് തരണം. ഇല്ലെങ്കിൽ മോനോടൊപ്പം നിങ്ങൾക്കും അകത്ത് കിടക്കാം. പണത്തിന്റെയും പലിശയുടെയും കാര്യം അവിടെ നിൽക്കട്ടെ. എന്റെ മകൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ അവനെ പിടിച്ചോണ്ട് വന്നത്? ഇവളെന്റെ മോനെ കേട്ടാന്ന് പറഞ്ഞതാ. ഈ നിൽക്കുന്ന സുലോചന അവളെ കെട്ടിച്ചേരാന്ന് പറഞ്ഞ് എത്ര രൂപ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്നറിയോ? അയ്യോ, ഞാനോ? ദേ, അനാവശ്യം പറയരുത്. ഞാൻ ഒരിക്കലും ഇവളെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ കടവും എഴുതി തള്ളാന്നും ഇങ്ങോട്ട് എത്ര വേണമെങ്കിലും തന്ന് സഹായിക്കാന്ന് പറഞ്ഞപ്പോ കുടുംബത്തിന് നല്ലത് വരാൻ വേണ്ടി ഞാൻ ദേവുവിനോട് സംസാരിക്കാന്ന് പറഞ്ഞതേ ഉള്ളൂ. മാഡം, അമ്മ ഒരിക്കലും ഇങ്ങനെ പറയില്ല. കടം തീർക്കാൻ ഇങ്ങനെ ഒരു കാര്യം സ്വർണ്ണ പറഞ്ഞു എന്ന് എന്നോട് ഒന്ന് പറഞ്ഞായിരുന്നു. അമ്മ ഒരിക്കലും ഞങ്ങൾക്കെതിരെ പറയില്ല. എന്റെ മോളെ, സത്യം നീ മനസ്സിലാക്കിയല്ലോ. അത് മതി ഈ അമ്മായിക്ക്. ശരി ശരി ചേച്ചി, ഇവന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനും സ്ത്രീകളെ ശല്യം ചെയ്തതിനും ഭവനഭേദനം ഉൾപ്പെടെ ഇവനും ഗുണ്ടകൾക്കും ഒരു 5 കൊല്ലമെങ്കിലും ശിക്ഷ ഞാൻ മേടിച്ചു കൊടുക്കും. ജാമ്യ പേപ്പർ ഒപ്പിട്ടിട്ട് നേരെ പോയിരിക്കുന്നു ശല്യപ്പെടുത്താൻ. പോലീസുകാരെന്താ വിഡ്ഢികളാണെന്ന് വിചാരിച്ചോ? സകല രേഖകളും ഇന്ന് തന്നെ ഇവിടെ എത്തിക്കണം. പോലീസ് നിങ്ങളോടൊപ്പം വരും. ഇവരുടെ മാത്രമല്ല, മറ്റു വല്ലവരുടെയും പണയപ്പണ്ടങ്ങളോ പത്രങ്ങളോ ഉണ്ടെങ്കിൽ അതും പിടിച്ചെടുക്കണം. ദേവികയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വീടിന്റെ പ്രമാണം കിട്ടിക്കഴിഞ്ഞാൽ അത് വെറ്റിട്ടാണെങ്കിലും ഇവരുടെ കടം ഞങ്ങൾ തീർക്കും. അത് കഴിഞ്ഞ് ഞങ്ങളെ ഉപദ്രവിക്കില്ലെന്നൊരു ഉറപ്പ് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇവൻ ഒരു സ്ത്രീകളെ ശല്യപ്പെടുത്തില്ല. അതിനുള്ള വഴി പോലീസ് നോക്കിക്കോളും. WPC മാഡം, സ്വർണ്ണമയെ കൊണ്ടുപോയി ആ വീട്ടിലെ സകല തെളിവുകളെ എടുത്തിട്ട് വേണം വരാൻ. ഓക്കെ മാഡം. കൊണ്ടുപോയിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.